ഹലോ ഫ്രണ്ട്സ്, രാധിക ആനന്ദ്, ജഹൻ ഹാൻഡ തിരക്കഥ എഴുതി വിവേക് സോണി സംവിധാനം ചെയ്ത് 2025 റിലീസായ ഹിന്ദി മൂവിയാണ് ആപ് ജയ്സാ കോയി. ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്. ശ്രീരേണു ത്രിപാഠി ജംഷഡ്പൂരിലെ ഒരു സ്കൂളിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന 42 വയസ്സുള്ള അവിവാഹിതനായ ഒരു പ്രൊഫസറാണ്. വിദ്യാർത്ഥികൾക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ ഏകാന്തതയെക്കുറിച്ച് നന്നായി തന്നെ അറിയാം. തനിക്കൊരു കൂട്ടു വേണമെന്ന് ശ്രീരേണു ആഗ്രഹിക്കുന്നു. ശ്രീരേണുവിൻ്റെ സഹോദരി ഭർത്താവ് കുസും അയാൾക്കൊരു നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവരുടെ അയൽവാസിയായ ജോയ് കൊൽക്കത്തയിൽ നിന്നുള്ള മധു ബോസിനെ പരിചയപ്പെടുത്തുന്നത്. മധു 32 വയസ്സുള്ള ഒരു ഫ്രഞ്ച് അധ്യാപികയാണ്. ശ്രീരേണു മധുവിനെ കാണാൻ കൊൽക്കത്തയിലേക്ക് യാത്ര ചെയ്യുന്നു. മധു ശ്രീരേണുവിൻ്റെ രൂപത്തെയോ പ്രായത്തെയോ വിലയിരുത്തുന്നില്ല. ചായ, പഴയ ഹിന്ദി ഗാനങ്ങൾ, മാന്യമായ സംഭാഷണങ്ങൾ തുടങ്ങിയവയിലൂടെ അവർ അടുക്കുന്നു. കുറച്ചാഴ്ചകൾക്കുള്ളിൽ അവരുടെ വിവാഹം ഉറപ്പിക്കുന്നു. എന്നാൽ വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസം ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ വഴി ചില കാര്യങ്ങൾ സംഭവിക്കുകയും ഇത് എല്ലാ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. ശ്രീരേണുവും മധുവും തമ്മിലുള്ള ബന്ധം വഷളാവുകയും അവർ വേർപിരിയുന്നതിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ വേർപിരിയലിന് കാരണമായത് എന്താണെന്നും അത് അവരുടെ ബന്ധത്തിൽ എങ്ങനെ ബാധിക്കുന്നുവെന്നും ചിത്രം കാണിക്കുന്നു. ഈ ഘട്ടത്തിൽ പുരുഷാധിപത്യപരമായ ചിന്താഗതികളും കുടുംബ നാടകങ്ങളും കടന്നുവരുന്നു. സാമൂഹിക ബന്ധങ്ങളിലെ സങ്കീർണതകളും സ്ത്രീകളുടെ ആഗ്രഹങ്ങളും പുരുഷാധിപത്യത്തിൻ്റെ കാപട്യവും ധാർമ്മികതയും ഫെമിനിസവും ലിംഗപരമായ വേഷങ്ങളും ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നു. ശ്രീരേണുവും മധുവും അവസാനം വിവാഹിതരാകുന്നില്ല, പക്ഷേ അവർ വിവാഹ നിശ്ചയം നടത്തുന്നു. മധുവിൻ്റെ ഏറ്റവും മികച്ച പങ്കാളി താനല്ലായിരിക്കാം, പക്ഷേ താൻ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് ശ്രീരേണു തിരിച്ചറിയുന്നു. ശ്രീരേണുവിനേക്കാൾ നല്ല രൂപവും വരുമാനമുള്ള പുരുഷന്മാർ ഉണ്ടെങ്കിലും ശ്രീരേണുവിനേക്കാൾ നല്ലൊരാൾ ഉണ്ടാകില്ലെന്ന് മധുവും തിരിച്ചറിയുന്നു. ഇതുപോലുള്ള മൂവീസ് ആൻഡ് ഓൺലൈൻ സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.